വിഭാഗാചാര്യൻ കൃഷ്ണകൃപാമൂർത്തി എസ് ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ വിവർത്തനം ഭവർത്തനം നൽകിയിട്ടുള്ള ഭഗവത്ഗീത യഥാരൂപത്തിലെ 17ാമത്തെ അധ്യായമാണ് നമ്മൾ വായിക്കുന്നത്. ശ്രദ്ധാവിഭാഗങ്ങൾ. കഴിഞ്ഞ അധ്യായത്തിൽ ദേവാസുര ഭാവങ്ങൾ എന്നുള്ള അധ്യായത്തിൽ ഭഗവാൻ ശാസ്ത്രം അനുസരിക്കുന്നവരെ കുറിച്ചും ശാസ്ത്രവിധികൾ അനുസരിക്കാൻ, വേദശാസ്ത്രങ്ങൾ അനുസരിക്കാൻ തയ്യാറാകാത്തവരെ കുറിച്ചും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദൈവീക സ്വഭാവമുള്ളവർ ശാസ്ത്രം അനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാണ്. അസുരിക സ്വഭാവമുള്ളവർ ശാസ്ത്രവിധി അനുസരിക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം കർമ്മങ്ങളൊക്കെ ചെയ്യുന്നവരാണ്. അവർക്ക് എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യാൻ പാടില്ലാത്തത് എന്ന് യഥാർത്ഥത്തിൽ അറിയില്ലെങ്കിൽ പോലും അവർ ഞങ്ങൾക്കറിയാം എന്നുള്ള ഭാവത്തിൽ പ്രവർത്തിക്കുന്നു. അല്ല, എന്താണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്, എന്താണ് ചെയ്യാൻ പാടില്ലാത്തത് എന്ന് അസുരന്മാർക്ക് അറിയില്ല എന്ന് കഴിഞ്ഞ അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രവൃത്തിംച നിവൃത്തിംച ജനാന വിദുരാസുര. എന്താണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്, എന്താണ് ചെയ്യാൻ പാടില്ലാത്തത് എന്ന് അസുരന്മാർക്ക് അറിയില്ല. അറിയണമെന്ന് അവർക്ക് താല്പര്യമില്ല. ശാസ്ത്രം അനുസരിച്ച് പ്രവർത്തിക്കണമെന്ന് അവർക്ക് യാതൊരു താല്പര്യമില്ല. എന്നാൽ ദൈവിക സ്വഭാവമുള്ളവർ ശാസ്ത്രവിധി അനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാകുന്നു. ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പ്രവർത്തിക്കാൻ തയ്യാറാകും. പറഞ്ഞിട്ടില്ലെങ്കിൽ അവരത് ആ പ്രവൃത്തി ഉപേക്ഷിക്കും. അപ്പോൾ അങ്ങനെ ദൈവിക സ്വഭാവത്തെക്കുറിച്ചും ആസുരിക സ്വഭാവത്തെക്കുറിച്ചും ഭഗവാൻ പറഞ്ഞു. അപ്പോൾ ഇത് കേട്ട സമയത്ത് അർജുനന് സംശയമുണ്ടായി. മിക്കവാറും ജനങ്ങൾ ശാസ്ത്രവിധി അനുസരിക്കാതെ ഒരുപാട് അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട്. യജ്ഞദാന തപസ്സുകളൊക്കെ ചെയ്യുന്നുണ്ട്. യജ്ഞങ്ങളും ദാനങ്ങളും തപസ്സുകളും ഒക്കെ വ്യത്യസ്ത രീതിയിൽ ചെയ്യുന്നു. അവരെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അവരുടെ വിശ്വാസം ഏത് തരത്തിലുള്ളതാണ് എന്നുള്ള ചോദ്യത്തോടു കൂടിയാണ് ഈ അധ്യായം തുടങ്ങുന്നത്. ശ്രദ്ധാവിഭാഗങ്ങൾ. ശ്രദ്ധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസമാണ്. വിശ്വാസത്തിലുള്ള പലതരം വിഭാഗങ്ങളെ കുറിച്ചാണ് ഈ അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ അർജുനൻ ചോദിച്ചത്, ശാസ്ത്രവിധി അനുസരിക്കാതെ വ്യത്യസ്ത രീതിയിൽ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും യജ്ഞങ്ങളും ദാനങ്ങളും തപസ്സുകളും ഒക്കെ ചെയ്യുന്ന അവരുടെ വിശ്വാസത്തെ കുറിച്ച് ഭഗവാൻ എന്താണ് പറയാനുള്ളത്? ഏത് തരത്തിലുള്ളതാണ് അവരുടെ വിശ്വാസം എന്ന് ഭഗവാനോട് ചോദിച്ചു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ശാസ്ത്രവിധി അനുസരിക്കാതെയാണെങ്കിലും 3 തരത്തിലുള്ള വിശ്വാസമാണ് ഉണ്ടാകുന്നത്. സത്വഗുണത്തിലുള്ള വിശ്വാസം, രജോ ഗുണത്തിലുള്ള വിശ്വാസം, അതേപോലെ തമോ ഗുണത്തിലുള്ള വിശ്വാസം. ത്രിവിധാ ഭവതി ശ്രദ്ധ ദേഹിനാം സാ സ്വഭാവച. ദേഹം എടുത്തവർക്ക് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന വിശ്വാസമാണ് സത്വഗുണത്തിലും രജോ ഗുണത്തിലും തമോ ഗുണത്തിലുള്ള വിശ്വാസം. അവരത് ശാസ്ത്രം പഠിച്ചിട്ടുണ്ടായ വിശ്വാസമല്ല, ശാസ്ത്രം പഠിച്ച് ജ്ഞാനത്തിന്റെ വെളിച്ചത്തിലുള്ള വിശ്വാസമല്ല. ദേഹത്തിലിരിക്കുന്നവർക്ക് സ്വാഭാവികമായിട്ടുണ്ടാകുന്നതാണ് സത്വഗുണത്തിലോ രജോ ഗുണത്തിലോ തമോ ഗുണത്തിലോ ഉള്ള വിശ്വാസം. സത്യഗുണത്തിലുള്ള വിശ്വാസത്തെക്കുറിച്ചും രജോ ഗുണത്തിലുള്ള വിശ്വാസത്തെക്കുറിച്ചും തമോ ഗുണത്തിലുള്ള വിശ്വാസത്തെക്കുറിച്ചും നമ്മൾക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? ഒരു വ്യക്തി ഏതു തരത്തിലുള്ള ആരാധനയാണ് ചെയ്യുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏത് വിശ്വാസമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സാത്വികഗുണത്തിലുള്ള വ്യക്തി ദേവന്മാരെയാണ് ആരാധിക്കുന്നത്. രജോ ഗുണത്തിലുള്ള വ്യക്തി യക്ഷന്മാരെയും രാക്ഷസന്മാരെയുമാണ് ആരാധിക്കുന്നത്. തമോ ഗുണത്തിലുള്ള വ്യക്തി ഭൂതപ്രേതങ്ങളെയാണ് ആരാധിക്കുന്നത് എന്ന് ഭഗവാൻ പറഞ്ഞോളൂ. അതിനുശേഷം ഭഗവാൻ പറഞ്ഞു, ആരാധനാ രീതി മാത്രമല്ല, ഭക്ഷണ രീതി നോക്കിക്കഴിഞ്ഞാലും നമുക്ക് സത്വരജസ്തമോ ഗുണങ്ങൾ കണ്ടുപിടിക്കാൻ സാധിക്കും. ഒരു വ്യക്തിയിൽ ഏത് ഗുണമാണ് മുന്നിട്ട് നിൽക്കുന്നത് എന്ന് ആരാധനാ രീതി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ ഒരു വ്യക്തിക്ക് ഇഷ്ടപ്പെട്ട ആഹാരം ഏതാണെന്ന് നോക്കിക്കഴിഞ്ഞാലും മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ആഹാരവും എല്ലാ തരത്തിലുള്ള ആഹാരം ഒരേപോലെയല്ല. ആഹാരത്തിനും 3 തരത്തിലുള്ള വിഭാഗങ്ങളുണ്ട്. സത്വഗുണത്തിലുള്ള ആഹാരമുണ്ട്, രജോ ഗുണത്തിലുള്ള ആഹാരമുണ്ട്, അതേപോലെ തമോ ഗുണത്തിലുള്ള ആഹാര രീതികളുമുണ്ട്. അത് ഓരോന്നും ഭഗവാൻ പറഞ്ഞു കൊടുത്തു. ആഹാരസ്ത്വപി സർവസ്യ ത്രിവിധാ ഭവതി പ്രിയ. ആഹാരത്തിലുള്ള ഇഷ്ടം, ഒരു വ്യക്തിക്ക് ഇഷ്ടം ഉണ്ടാകുന്നത് സത്വരജസ്തമോ ഗുണങ്ങൾ അനുസരിച്ചാണ് എന്ന് പറയുന്നത്.
ആ സത്വഗുണത്തിലുള്ള ആഹാരത്തെ കുറിച്ച് ഭഗവാൻ പറഞ്ഞു കൊടുത്തു. ആയുസ്സും ആരോഗ്യവും വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള ആഹാരമാണ് സാത്വികമായിട്ടുള്ള ആഹാരം. അത് കഴിച്ചു കഴിഞ്ഞാൽ എന്താണ് ബലം? മനസ്സിന് സംതൃപ്തി ഉണ്ടാകും. സാത്വിക ഗുണത്തിലുള്ള ആഹാരം മനസ്സിന് തൃപ്തി ഉണ്ടാക്കും. അതേപോലെ ശരീരത്തിന് സുഖവും ഉണ്ടാക്കും. ശാരീരികമായി സുഖമായിട്ട് ഇരിക്കാൻ സാധിക്കും. അസുഖം ഉണ്ടാകുന്നില്ല. അത് സാത്വിക ഗുണത്തിലുള്ള ആഹാരം ശീലമാക്കുന്നതിന്റെ ഫലമാണ്. അതിനുശേഷം രജോഗുണത്തിലുള്ള ആഹാരങ്ങളെ കുറിച്ച് പറഞ്ഞു. കൂടുതൽ എരിവ്, കൂടുതൽ പുളിപ്പ്, കൂടുതൽ ഉപ്പുരസം, കൂടുതൽ മധുരം, കൂടുതൽ ചൂട്, കൂടുതൽ മസാലകൾ, ഇങ്ങനെയുള്ള വസ്തുക്കളൊക്കെ അടങ്ങിയിട്ടുള്ള ആഹാരമാണ് രജോഗുണത്തിലുള്ള ആഹാരം എന്ന് പറഞ്ഞു കൊടുത്തു. അത് കഴിച്ചാൽ, അത് ശീലമാക്കിയാലുള്ള ഫലത്തെക്കുറിച്ചും പറഞ്ഞു. ദുഃഖശോകാമയപ്രദ, അത് മനസ്സിന് ദുഃഖമുണ്ടാക്കും. രജോഗുണത്തിലുള്ള ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ മനസ്സിന് ഒരിക്കലും തൃപ്തി ഉണ്ടാകുന്നില്ല, അതൃപ്തി ഉണ്ടാകും. അതേപോലെ ദുഃഖവും ഉണ്ടാകും. നമുക്ക് ചിലപ്പോൾ എന്താണ് കാരണം എന്ന് മനസ്സിലാവില്ല, പക്ഷെ മനസ്സിന് സുഖമില്ല, ഒരു സന്തോഷമില്ല എന്ന് പറയും. അതേപോലെ അത് ശരീരത്തിന് അസുഖവും ഉണ്ടാകുമെന്ന് പറയും. ദുഃഖം, ശോകം, ആമയപ്രദം. ആമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസുഖങ്ങളാണ്. രജോഗുണത്തിലുള്ള ഭക്ഷണം ശീലമാക്കി കഴിഞ്ഞാൽ അസുഖമുണ്ടാകും. അത് ദഹനവ്യവസ്ഥയെ നശിപ്പിക്കും, അസുഖങ്ങൾ ഉണ്ടാക്കും. അൾസർ, ക്യാൻസർ പോലെയുള്ള അസുഖങ്ങളൊക്കെ പിന്നീട് ഉണ്ടാകും. മഹോദരം, കരൾ രോഗങ്ങൾ, ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാകും. ആമയപ്രദമാണ് രജോഗുണത്തിലുള്ള ആഹാരം എന്ന് പറഞ്ഞു. അതിനുശേഷം തമോഗുണത്തിലുള്ള ആഹാരത്തിനെ കുറിച്ച് പറഞ്ഞു. ഭക്ഷണം പാകം ചെയ്ത് 3 മണിക്കൂർ കഴിഞ്ഞാൽ, യാതയാമം, ഒരു യാമം കഴിഞ്ഞു കഴിഞ്ഞാൽ തമോഗുണത്തിലുള്ള ഭക്ഷണമായി അതിന്റെ രുചി നഷ്ടപ്പെടും. അതേപോലെ അതിൽ നിന്ന് ദുർഗന്ധം വമിക്കാൻ തുടങ്ങും. അങ്ങനെയുള്ള ഭക്ഷണങ്ങളാണ് തമോഗുണത്തിലുള്ള ഭക്ഷണം. ചിലപ്പോൾ ചില ആളുകളുടെ ഉച്ഛിഷ്ടം കഴിക്കുന്നതും തമോഗുണത്തിലുള്ള ഭക്ഷണമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചില ജീവികൾ വിസർജ്യ വസ്തുക്കൾ ഭക്ഷണമായി കഴിക്കാറുണ്ട്, അതും തമോഗുണത്തിലുള്ള ഭക്ഷണമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ആഹാരത്തിലുള്ള ശീലങ്ങളെ കുറിച്ചും സത്വരജസ്തമോ ഗുണങ്ങൾക്ക് അനുസരിച്ച് ഭഗവാൻ 3 വിഭാഗങ്ങളായിട്ട് പറഞ്ഞു തന്നു. അപ്പോൾ ഇതുവരെ പറഞ്ഞത് ഒരു വ്യക്തിയുടെ വിശ്വാസം 3 തരത്തിലുണ്ട്. സാത്വികമായിട്ടുള്ള വിശ്വാസം, രജോഗുണത്തിലുള്ള വിശ്വാസം, തമോ ഗുണത്തിലുള്ള വിശ്വാസം. അതേപോലെ ആഹാരശീലത്തിലും 3 തരമുണ്ട്. സാത്വികമായിട്ടുള്ള ഭക്ഷണശീലങ്ങള്, രജോഗുണത്തിലുള്ള ഭക്ഷണങ്ങള്, തമോ ഗുണത്തിലുള്ള ഭക്ഷണശീലം. അത് പറഞ്ഞതിന് ശേഷം ഇത് രണ്ടും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു വ്യക്തി ഏത് ഗുണത്തിലാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലെങ്കിൽ നമ്മൾ ഏത് ഗുണത്തിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾക്ക് ഏത് തരം ഭക്ഷണമാണ് ഇഷ്ടം. അല്ലെ, നല്ല മെരിയും പുളിപ്പും ഒക്കെ ഉള്ള ഭക്ഷണമാണ് നമ്മൾക്ക് ഇഷ്ടമെങ്കിൽ നമ്മൾ രജോഗുണത്തിലായിരിക്കും. നമ്മുടെ രജോഗുണമാണ് മുന്നിട്ട് നിൽക്കുന്നത്. സാത്വിക ആഹാരങ്ങളാണ് ഇഷ്ടമെങ്കിൽ സാത്വിക ഗുണമാണ് മുന്നിട്ട് നിൽക്കുന്നത്. പഴയ ആഹാരങ്ങളൊക്കെയാണ്, കേടുവന്ന ആഹാരം നമ്മൾക്ക് ഇഷ്ടമാണെങ്കിൽ തമോ ഗുണമാണ് മുന്നിട്ട് നിൽക്കുന്നത്. കലിയുഗത്തിൽ മുഴുവൻ അധികം ശതമാനം തമോ ഗുണമാണ് വർദ്ധിച്ചു വരുന്നത്, നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആഹാരശീലത്തിനെ കുറിച്ചും പറഞ്ഞു ഭഗവാൻ. അതിനുശേഷം യജ്ഞത്തിന്റെ വിഭാഗങ്ങളെ കുറിച്ചാണ് ഭഗവാൻ പറഞ്ഞത്. 3 തരത്തിലുള്ള യജ്ഞമുണ്ട്. എല്ലാ യജ്ഞവും ഒരേ നിലവാരത്തിലുള്ളതല്ല. എല്ലാ യജ്ഞവും ഈശ്വരാരാധനയുമല്ല. ഇതെന്റെ കർത്തവ്യമാണ് എന്ന് വിചാരിച്ച് ഫലമൊന്നും പ്രതീക്ഷിക്കാതെ ചെയ്യുന്ന യജ്ഞമാണ്, വിധിപ്രകാരം ചെയ്യുന്ന യജ്ഞമാണ്, വേദനിർദ്ദേശം അനുസരിച്ച് ചെയ്യുന്ന യജ്ഞമാണ് സാത്വികമായിട്ടുള്ള യജ്ഞം എന്ന് പറഞ്ഞു. ഫലം പ്രതീക്ഷിക്കാതെ വിധിപ്രകാരം എന്റെ കടമയാണ് എന്ന് വിചാരിച്ചുകൊണ്ട് യഷ്ടവ്യം, ഞാൻ ഇത് ചെയ്യേണ്ടതാണ്, യഷ്ടവ്യം, ഇത് ചെയ്യേണ്ടതാണ്, അത് ചെയ്യാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായി, ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അങ്ങനെ ഒരു അവസരമുണ്ടായി, അതുകൊണ്ട് ഞാൻ ചെയ്യേണ്ടതാണ് എന്ന് വിചാരിച്ചു ചെയ്യുന്ന യജ്ഞമാണ് സാത്വികമായിട്ടുള്ള യജ്ഞം എന്ന് പറയുന്നത്. അപ്പൊ ഒരു യജ്ഞത്തിന്റെ ഗുണം മാറുന്നത് ഒരു വ്യക്തിയുടെ മനോഭാവം അനുസരിച്ചാണ്. യജ്ഞം ചെയ്യുന്ന വ്യക്തിയുടെ മനോഭാവം അനുസരിച്ച്, ഏത് ഭാവത്തിൽ ചെയ്യുന്നോ അതിനനുസരിച്ച് യജ്ഞത്തിന്റെ ഗുണം മാറും. അതിൽ എത്ര നല്ല വസ്തുക്കൾ നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാലും ചെയ്യുന്ന വ്യക്തിയുടെ മനോഭാവം മാറിക്കഴിഞ്ഞാൽ അതിന്റെ ഗുണവും മാറും. ഇനി ചെയ്യുന്ന വ്യക്തി സ്വന്തം പേരും പ്രശസ്തിയും വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് യജ്ഞം ചെയ്യുന്നതെങ്കിൽ ആ യജ്ഞം രജോഗുണത്തിലായിട്ട് മാറുമെന്നാണ് പറയുന്നത്. ദമ്പാർത്ഥം അഭിചൈവയത്,
മാത്രമല്ല എന്തെങ്കിലും ഒരു പ്രത്യേക ഫലത്തിന് വേണ്ടി യജ്ഞം ചെയ്യുന്ന, ഇന്ന കാര്യം നടക്കണം എന്ന് വിചാരിച്ചൊരു യജ്ഞം അല്ലെങ്കിൽ ഒരു വഴിപാട് ചെയ്യുകയാണെങ്കിൽ അത് സാത്വികമായിട്ടുള്ള വഴിപാടോ യജ്ഞമോ അല്ല, അതെന്താണ്, രജോഗുണത്തിലുള്ള യജ്ഞമാണ്. രജോഗുണത്തിലുള്ള യജ്ഞമായിട്ട് മാറും എന്ന് പറയുന്നു. അഭിസന്ധായതു ഫലം ഉദ്ദേശിച്ചുകൊണ്ടും ദമ്പാർത്ഥം, എന്റെ പേര് പ്രശസ്തി ഇതൊക്കെ വർദ്ധിക്കണം, നാലാൾ അറിയണം ഞാൻ യജ്ഞം ചെയ്യുന്നുണ്ട്. 12 വർഷത്തിന് ശേഷമാണ് ഇവിടെ യജ്ഞം നടക്കുന്നത്. അപ്പം അത് അങ്ങനെ പരസ്യം ചെയ്തിട്ട് ചെയ്യുന്ന യജ്ഞം അത് രജോഗുണത്തിലായിട്ട് മാറും. പേരും പ്രശസ്തിയും വർദ്ധിക്കാൻ വേണ്ടി ചെയ്തു കഴിഞ്ഞാൽ രജോഗുണത്തിലായിട്ട് മാറും എന്ന് പറയും. തമോഗുണത്തിലുള്ള യജ്ഞം യാതൊരു വിധിയും അനുസരിക്കാതെയുള്ള യജ്ഞമാണ്. വേദവിധിയൊന്നും അനുസരിക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം എന്തെങ്കിലും യജ്ഞം അല്ലെങ്കിൽ വഴിപാടൊക്കെ പുതുതായിട്ട് നിർമ്മിച്ച് ചെയ്യുന്ന യജ്ഞമാണ് തമോ ഗുണത്തിലുള്ള യജ്ഞം. അതിന്റെ പ്രത്യേകത, അതിൽ വേദമന്ത്രങ്ങളൊന്നും ഉണ്ടാവുകയില്ല. മന്ത്രഹീനം അദക്ഷിണം, വിധിഹീനം അസൃഷ്ടാന്നം, മന്ത്രഹീനം അദക്ഷിണം. യാതൊരു വിധിയും പാലിക്കാതെ യജ്ഞപ്രസാദം വിതരണം ചെയ്യാതെ വേദമന്ത്രങ്ങളൊന്നും ഉരുവിടാതെ അദക്ഷിണം, യജ്ഞാചാരങ്ങൾ ദക്ഷിണയൊന്നും കൊടുക്കാതെ ചെയ്യുന്ന, സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്ന യജ്ഞങ്ങളെ തമോ ഗുണത്തിലുള്ള യജ്ഞമായിട്ടാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ ഭഗവാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, യജ്ഞത്തിനും ദാനത്തിനും തപസ്സിനും 3 വിഭാഗമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. യജ്ഞത്തിനും ദാനത്തിനും തപസ്സിനും 3 വിഭാഗമുണ്ട്. അതിൽ യജ്ഞത്തെ കുറിച്ചാണ് ഭഗവാൻ ആദ്യം പറഞ്ഞത്. ഫലമുദ്ദേശിക്കാതെ കർത്തവ്യം എന്നുള്ള നിലയിൽ ചെയ്യുന്ന യജ്ഞമാണ് സാത്വികമായിട്ടുള്ള യജ്ഞം. പേരും പ്രശസ്തിയും വർദ്ധിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു പ്രത്യേക ഫലം ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുന്ന യജ്ഞം രജോ ഗുണത്തിലുള്ള യജ്ഞമാണ്. വേദവിധിയൊന്നും അനുസരിക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം വേദമന്ത്രങ്ങൾ ഉരുവിടാതെ യജ്ഞാചാരന് ദക്ഷിണ സമർപ്പിക്കാതെ വിധികളൊന്നും അനുസരിക്കാതെ ചെയ്യുന്ന യജ്ഞം തമോ ഗുണത്തിലുള്ള യജ്ഞമാണെന്ന് പറഞ്ഞു. അപ്പോൾ യജ്ഞത്തെ കുറിച്ച് പറഞ്ഞു. ഇനി ഭഗവാൻ പറയുന്നത് തപസ്സിനെ കുറിച്ചാണ്. തപസ്സിനെ കുറിച്ചും നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടിട്ടുണ്ടായിരുന്നു. 3 തരം തപസ്സുകളുണ്ട്, 3 നിലവാരത്തിലുള്ള തപസ്സുകളുണ്ട് എന്ന് ആദ്യം ഭഗവാൻ പറയുന്നു. സത്വരജസ്തമോ ഗുണങ്ങൾക്ക് അനുസരിച്ചുള്ള തപസ്സുകളല്ല, 3 നിലവാരത്തിലുള്ള തപസ് ഒരു വ്യക്തിക്ക് ചെയ്യാൻ സാധിക്കും. ശാരീരികമായിട്ടുള്ള തപസ്, വാചികമായിട്ടുള്ള തപസ്, മാനസികമായിട്ടുള്ള തപസ്. ഇത് 3 നിലവാരത്തിലുള്ള തപസ്സുകളാണ്. ശാരീരികമായിട്ടുള്ള തപസ് എന്താണെന്നാണ് ആദ്യം ഭഗവാൻ പറഞ്ഞത് 14ാമത്തെ ശ്ലോകത്തിൽ. ഗുരുക്കന്മാരെയും മുതിർന്ന വ്യക്തികളെയും ദേവന്മാരെയും ഒക്കെ ബഹുമാനിക്കുന്നത്, അവർക്ക് റെസ്പെക്ട് കൊടുക്കുന്നത്, അവരെ വണങ്ങുന്നത് ശാരീരിക നിലവാരത്തിലുള്ള യജ്ഞമായിട്ട് പറയും. അതേപോലെ ശുചിത്വം പാലിക്കുന്നത്, ശാരീരികമായിട്ടുള്ള ശുചിത്വം, ദേഹശുദ്ധി ഒക്കെ വരുത്തി ശരീരം ശുദ്ധിയായിട്ട് വെക്കുന്നത്, ബ്രഹ്മചര്യം പാലിക്കുന്നത്, അഹിംസ, മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കുന്നത്, ഇതൊക്കെ ശാരീരിക നിലവാരത്തിലുള്ള തപസ്സായിട്ട് ഭഗവാൻ പറയുന്നു. ശാരീരികമായിട്ടുള്ള തപസ്സാണ്. ദേവദ്വിജ ഗുരു പ്രാജ്ഞ പൂജനം ശൗചം ആർജവം ബ്രഹ്മചര്യ അഹിംസാച ശാരീരം തപ ഉച്ചതേ. അതിനുശേഷം വാചികമായിട്ടുള്ള വാക്കുകൊണ്ടുള്ള തപസ്സിനെ കുറിച്ച് ഭഗവാൻ പറഞ്ഞു കൊടുത്തു. വാക്കുകൊണ്ടും തപസ് പാലിക്കാൻ സാധിക്കും. നമ്മുടെ വാക്കുകളെ പ്രത്യേക രീതിയിൽ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ അതൊരു തപസ്സാണ്. എങ്ങനെയാണ് നിയന്ത്രിക്കേണ്ടത്? അനുദ്വേഗകരം വാക്യം സത്യം പ്രിയം ഹിതം ചെയ്യത്ത്. മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള വാക്കുകൾ പറയാതിരിക്കുക, അതൊരു തപസ്സാണ്. നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾക്ക് പറയാനുള്ളൊരു താല്പര്യം ഉണ്ടാകും. മറ്റൊരാളെ വേദനിച്ച് ഇരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അവരെ വേദനിപ്പിക്കുന്ന തരത്തിൽ ഒന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു സന്തോഷം ഉണ്ടാകും. അങ്ങനെ സംസാരിക്കാതിരിക്കുന്നത് ഒരു തപസ്സാണ്, വാക്മയമായിട്ടുള്ള തപസ്സാണ്, വാചികമായിട്ടുള്ള തപസ്സാണ്. അനുദ്വേഗകരം വാക്യം സത്യം, സത്യം പ്രിയ ഹിതം ചെയ്യൽ. സത്യമാണെങ്കിലും അത് അവതരിപ്പിക്കുന്നതിന് ഒരു രീതിയുണ്ട്. അത് പ്രിയമായിട്ട് അവതരിപ്പിക്കാൻ സാധിക്കും. 2 രീതിയിൽ അവതരിപ്പിക്കാൻ സാധിക്കും. പ്രിയമായിട്ടും അവതരിപ്പിക്കാൻ സാധിക്കും, അപ്രിയമായിട്ടും അവതരിപ്പിക്കാൻ സാധിക്കും. അപ്പൊ പ്രിയമായിട്ട് അവതരിപ്പിക്കുന്നത് വാചികമായിട്ടുള്ള തപസ്സാണ്. ഹിതകരമായിട്ടുള്ള രീതി, അവർക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടെങ്കിൽ അത് പറയുക, പ്രയോജനമില്ലെങ്കിൽ പറയാതിരിക്കുക, അതും ഒരു തപസ്സാണ്.
മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന കാര്യങ്ങൾ പറയുന്നത് ഒരു തപസ്സാണ്. സ്വാധ്യായ അഭ്യസനം ചെയ്വ വാഗ്മയം തപോച്യതേ. വേദങ്ങളും ഭഗവത് സംബന്ധമായിട്ടുള്ള ശാസ്ത്രങ്ങളും ഒക്കെ ഉരുവിട്ട് പഠിക്കുന്നത്, വേദമന്ത്രങ്ങൾ അല്ലെങ്കിൽ ഭഗവത്ഗീതയിലെ മന്ത്രങ്ങളൊക്കെ നമ്മൾ ഉരുവിട്ട് പഠിക്കുന്നത്, ചൊല്ലി പഠിക്കുന്നതും എന്താണ്? വാഗ്മയമായിട്ടുള്ള തപസ്സാണ്. അല്ലെങ്കിൽ ആ സമയത്ത് നമ്മൾ വേറെ എന്തെങ്കിലും സംസാരിക്കും. വേദമന്ത്രങ്ങൾ ചൊല്ലുന്ന സമയത്ത് നമ്മൾക്ക് വേറെ ഒന്നും സംസാരിക്കാൻ സാധിക്കില്ല. അപ്പോൾ അത് വാഗ്മയമായിട്ടുള്ള തപസ്സായിട്ട് ഭഗവാൻ പറഞ്ഞു. അതിനുശേഷം മനസ്സിന്റെ തപസ്സിനെ കുറിച്ച് പറഞ്ഞു. മനഃപ്രസാദ സൗമ്യത്വം മൗനം ആത്മവിനിഗ്രഹ ഭാവ സംശുദ്ധിരിക്കേതത് തപോ മാനസം ഉച്ചതേ. മനസ്സിലെപ്പോഴും തൃപ്തി കൊണ്ട് നടക്കുക, കിട്ടുന്നത് കൊണ്ട് തൃപ്തി ആവുക, എതിർച്ചാ ലാഭ സന്തുഷ്ടം. അങ്ങനെ മനസ്സ് തൃപ്തിയാക്കി വെക്കുന്നത്, തൃപ്തനായിട്ടിരിക്കുന്നത്, മനസ്സിൽ തൃപ്തിയായിട്ടിരിക്കുന്നത് മനസ്സിന്റെ തപസ്സാണെന്ന് പറഞ്ഞു. സൗമ്യമായിട്ടുള്ള പെരുമാറ്റം, മൗനം പാലിക്കുന്നത് മനസ്സിന്റെ ഒരു തപസ്സായിട്ട് പറയും. ഇന്ദ്രിയ നിയന്ത്രണം, മൗനം, ആത്മവിനിഗ്രഹ ആത്മസംയമനം പാലിക്കുന്നതും, ചിലപ്പോൾ ദേഷ്യം വന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ച് പെരുമാറാതിരിക്കുന്നത്, ദേഷ്യം സഹിക്കുന്നത്, അത് മാനസികമായിട്ടുള്ള തപസ്സാണ്. അല്ലെ, ദേഷ്യം വന്നു കഴിഞ്ഞാൽ അത് പ്രകടിപ്പിക്കുന്നത് തപസ്സില്ലാത്തത് കൊണ്ടാണ്. നമ്മൾക്ക് മനസ്സിൽ വന്നതെല്ലാം പുറത്ത് പ്രകടിപ്പിക്കണമെന്ന് നിർബന്ധമില്ല. അങ്ങനെയാണ് ഇപ്പോഴത്തെ സമൂഹം പഠിപ്പിക്കുന്നത്. നിങ്ങൾക്ക് എന്ത് തോന്നിയോ അതൊക്കെ ചെയ്യുക. അപ്പോൾ മനസ്സിന് കൂടുതൽ ശക്തി നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ എത്തും അവസാനം. അപ്പോൾ മനസ്സിൽ എന്ത് തോന്നിയാലും പ്രകടിപ്പിക്കുന്നത് തപസ്സില്ലായ്മയാണ്. മനസ്സിൽ ദേഷ്യം തോന്നുന്ന സമയത്ത് അത് പ്രകടിപ്പിക്കാതിരിക്കുന്നത്, അത് പുറത്ത് കൊണ്ടുവരാതിരിക്കുന്നത് തപസ്സാണ്, മാനസികമായിട്ടുള്ള തപസ്സാണ്. മറ്റുള്ളവരെ രണ്ട് ചീത്ത പറയണമെന്ന് തോന്നി അത് പറയാതിരിക്കുന്നത് വാചികമായിട്ടുള്ള തപസ്സാണ്. ഇതെല്ലാം തപസ്സായിട്ട് ഭഗവാൻ പറഞ്ഞു. ആദ്യം മൂന്ന് നിലവാരത്തിലുള്ള തപസ്സുകളെ കുറിച്ച് പറഞ്ഞു. ശാരീരികമായിട്ടുള്ള തപസ്സും, വാചികമായിട്ടുള്ള തപസ്സും, മാനസികമായിട്ടുള്ള തപസ്സും. ഈ 3 തപസ്സും സത്വഗുണത്തിലും രജഗുണത്തിലും തമോ ഗുണത്തിലും ഉണ്ട് എന്നാണ് പിന്നീട് അടുത്ത ശ്ലോകങ്ങളിൽ ഭഗവാൻ പറയുന്നത്. ഈ 3 തപസ്സും, ശാരീരികമായിട്ടുള്ള തപസ്സും, വാചികമായിട്ടുള്ള തപസ്സും, മാനസികമായിട്ടുള്ള തപസ്സും 3 ഗുണങ്ങളിലുണ്ട്. അത് ചെയ്യുന്ന രീതി അനുസരിച്ച്, ചെയ്യുന്ന വ്യക്തിയുടെ മനോഭാവം അനുസരിച്ച് അത് മാറാം. ഒന്നെങ്കിൽ ആ തപസ് സത്വഗുണത്തിലേക്ക് മാറാം, അല്ലെങ്കിൽ രജഗുണത്തിലേക്ക് മാറാം, അല്ലെങ്കിൽ അത് തമോ ഗുണത്തിലേക്ക് മാറാം. എങ്ങനെയാണ് സാത്വികമായിട്ടുള്ള തപസ് ചെയ്യുന്നത് എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് വായിക്കാം. കഴിഞ്ഞ ദിവസം നമ്മൾ 16-ാമത്തെ ശ്ലോകം വരെ വായിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് 17-ാമത്തെ ശ്ലോകം മുതൽ വായിക്കാം. 17, 18, 19 ശ്ലോകങ്ങളിൽ സത്വരജസ്തമോ ഗുണങ്ങളിലുള്ള തപസ്സുകളെ കുറിച്ച് പറയുന്നുണ്ട്. നമുക്ക് 3 ഒരുമിച്ച് വായിക്കാം. അതിനുശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യാം. 17, 18, 19 ശ്ലോകം. ആരാണ് വായിക്കുന്നത്? കൃഷ്ണ പ്രഭു വായിക്കട്ടെ. സഞ്ജീവനി മാതാജി വായിച്ചു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രദ്ധയാ പരയാ തപ്തം തപസ്സത്രിവിധം നരേ അബലാകാംക്ഷർഭേ യുക്തേ സാത്വികം പരിചക്ഷതേ. വിവർത്തന ഭാവാർത്ഥം ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ്. ഈ 3 വിധം തപസ്സും ആധ്യാത്മിക വിശ്വാസത്തോടെയും ഭൗതിക നേട്ടങ്ങളെ ആഗ്രഹിക്കാതെയും പരമപുരുഷനു വേണ്ടി മാത്രം അനുഷ്ഠിച്ചു പോന്നാൽ സാത്വികമെന്ന് പറയാം. ശ്ലോകം 18. സത്കാരമാന പൂജാർത്ഥം തപോദംബേന ചൈവയത് ക്രിയതേതദിഹ പ്രോക്തം രാജസം ജലമധ്രുവം. ബഹുമതിയും ആരാധനയും നേടാനോ അഹങ്കാരം കൊണ്ട് ചെയ്യപ്പെടുന്ന തപസ് രാജസമാണ്. ക്ഷണികവും അനിശ്ചിതവുമാണ്. ഭാവാർത്ഥം: മറ്റുള്ളവരെ ആകർഷിക്കാനും അങ്ങനെ അവരുടെ ആദരവും സഹായവും പിടിച്ചുപറ്റാനുമായി ചിലർ തപോവ്രതങ്ങൾ അനുഷ്ഠിക്കാറുണ്ട്. രജോ ഗുണ പ്രധാനികൾ ആശ്രിതന്മാരെ കൊണ്ട് പൂജിപ്പിക്കുകയും കാലു കഴിയുകയും അവരിൽ നിന്ന് ധനം വാങ്ങുകയും ചെയ്യുന്നു. തപോനുഷ്ഠാനങ്ങൾ എന്ന പേരിന്റെ മറവിൽ ചെയ്യപ്പെടുന്ന അത്തരം പ്രവൃത്തികൾ രാജസങ്ങളാണ്. അവയുടെ ബലങ്ങളും ക്ഷണികങ്ങൾ തന്നെ. ശ്ലോകം 19.
മൂഢഗ്രാഹേണാത്മനോ യത് പീഡയാ ക്രിയതേ തപഃ പരസ്യോൽദാനാർത്ഥം വാ തത്താമാസമുദാഹൃതം. മൂഢബുദ്ധി മൂലം സ്വയം പീഡനമനുഭവിച്ചോ അന്യരെ പരിക്കേൽപ്പിക്കാനോ നശിപ്പിക്കാനോ ഉദ്ദേശിച്ച് ചെയ്യപ്പെടുന്ന തപസ് തമോ ഗുണപ്രധാനമാണ്. ഭാവാർത്ഥം: ഹിരണ്യകശിപുവെ പോലുള്ള അസുരന്മാർ അനശ്വരത നേടാനും ദേവന്മാരെ ഹിംസിക്കാനും വേണ്ടി അനുഷ്ഠിച്ച വിഡ്ഢിത്തമാർന്ന കഠിനവ്രതങ്ങൾ പ്രസിദ്ധങ്ങളാണല്ലോ. ഹിരണ്യകശിപു ഈ വരങ്ങൾക്കായി ബ്രഹ്മാവിനോട് യാചിച്ചു വരം നേടിയെങ്കിലും ഒടുവിൽ ഭഗവാൻ അയാളെ വധിക്കുക തന്നെ ചെയ്തു. അസാധ്യമായ കാര്യത്തിനു വേണ്ടി കഠിനവ്രതങ്ങളിൽ ഏർപ്പെടുന്നവർ തമോ ഗുണ സ്വഭാവികൾ തന്നെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു സഞ്ജീവനി മാതാജി. ഹരേ കൃഷ്ണ. അപ്പോൾ 3 ഗുണത്തിലുള്ള തപസ്സുകളെ കുറിച്ച് ഭഗവാൻ പറഞ്ഞു. സാത്വികമായിട്ടുള്ള തപസ് ചെയ്യണമെങ്കിൽ യാതൊരു ഫലവും ഉദ്ദേശിക്കാതെ ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് എന്റെ കർത്തവ്യമാണ് എന്നുള്ള രീതിയിൽ ചെയ്യുന്ന തപസ്, ഫലമൊന്നും ഉദ്ദേശിക്കാതെ വിശ്വാസപൂർവം ചെയ്യുന്ന ഭൗതിക നേട്ടങ്ങൾ ആഗ്രഹിക്കാതെ ചെയ്യുന്ന തപസ്സാണ് സാത്വികമായിട്ടുള്ള തപസ് എന്ന് പറയും. ശ്രദ്ധയാ പരയാ തപ്തം തപസ്തത് ത്രിവിധം വരെ അഫലാകാംക്ഷികർ യുക്തേ സാത്വികം പരിചരിച്ചത്. വിശ്വാസത്തോടുകൂടി, ഭഗവാനിലുള്ള വിശ്വാസത്തോടുകൂടി ഫലം പ്രതീക്ഷിക്കാതെ ചെയ്യുന്ന തപസ്സാണ് സാത്വികമായിട്ടുള്ള തപസ് എന്ന് പറയുന്നത്. 18ാമത്തെ ശ്ലോകത്തിൽ രജോഗുണത്തിലുള്ള തപസ്സിനെ കുറിച്ച് പറയുന്നത് സത്കാരമാന പൂജാർത്ഥം തപോദംഭേന ചെയ്വയത് ക്രിയതേ തദിഹ പ്രോക്തം രാജസം ചലം അധ്രുവം. പേരിനും പ്രശസ്തിക്കും വേണ്ടി അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ആരാധന ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി ചെയ്യുന്ന തപസ് അല്ലെ. തപസ് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? മറ്റുള്ളവർ തന്നെ ആരാധിക്കണം, ഞാൻ വലിയ തപസ്വിയാണ് എന്ന് മറ്റുള്ളവർ മനസ്സിലാക്കണം, അതിനുവേണ്ടി ചെയ്യുന്ന തപസ്. അവര് തപസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ അതിന്റെ പരസ്യം ചെയ്യും. ആ തപസ് ചെയ്യുന്നതിന്റെ പരസ്യമായിരിക്കും കൂടുതൽ ചെയ്യുന്നത്. ഞാൻ ഇന്ന വ്രതം എടുത്തിട്ടുണ്ട്, ഞാൻ തിങ്കളാഴ്ച വ്രതം എടുത്തിട്ടുണ്ട്, എനിക്കൊന്നും കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പരസ്യം ചെയ്യും. എന്തിനാണ്? മറ്റുള്ളവര് നമ്മളെ ശ്രദ്ധിക്കണം, ഞാൻ മറ്റുള്ളവരെ പോലെയല്ല, ഞാൻ വ്രതങ്ങളൊക്കെ അനുഷ്ഠിക്കുന്ന ആളാണ് എന്നുള്ള ഒരു ശ്രദ്ധ, മറ്റുള്ളവരുടെ ശ്രദ്ധ, അതേപോലെ ആരാധന, ബഹുമതി ഒക്കെ നേടുന്നതിന് വേണ്ടി ചെയ്യുന്ന തപസ് രജോ ഗുണത്തിലായി പോകും എന്നാണ് പറയുന്നത്. അങ്ങനെ നമ്മുടെ മനോഭാവം മാറിക്കഴിഞ്ഞാൽ ആ തപസ് രജോ ഗുണവുമായിട്ട് മാറും. നമ്മുടെ പേര്, പ്രശസ്തി ഇതൊക്കെ വർദ്ധിക്കണം, ഞാൻ മറ്റുള്ളവരെക്കാൾ ഉയർന്ന ഒരു വ്യക്തിയാണ് എന്ന് കാണിക്കണം, അതിനുവേണ്ടി ചെയ്യുന്ന തപസ് രജോ ഗുണത്തിലാകുമെന്നാണ് പറയുന്നത്. ഇനി തമോ ഗുണത്തിലുള്ള തപസ്സിനെ കുറിച്ചും പറയുന്നുണ്ട് 19ാമത്തെ ശ്ലോകത്തിൽ. മൂഢഗ്രാഹേണ ആത്മനോയത് പീഡയാ ക്രിയതേ തപ. മൂഢഗ്രാഹേണ, കാര്യങ്ങൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കാതെ, ശാസ്ത്രമൊന്നും മനസ്സിലാക്കാതെ, അല്ലെങ്കിൽ ഒരു ഗുരുവിൽ നിന്ന് നിർദ്ദേശമൊന്നും നേടാതെ, സ്വന്തം ഇഷ്ടപ്രകാരം, തന്നിഷ്ടപ്രകാരം മൂഢഗ്രാഹേണ ആത്മനോയത് പീഡയാ ക്രിയതേ തപ. ആ തമോ ഗുണത്തിലുള്ള തപസ്സിന്റെ പ്രത്യേകത എന്താണ്? അവിടെ അവർ പീഡനങ്ങളൊക്കെ അനുഭവിക്കും. ശരീരത്തിനെ ദ്രോഹിക്കുന്ന തരത്തിലുള്ള തപസ്സുകളാണ് ചെയ്യുന്നത്. ഒന്നുകിൽ സ്വന്തം ശരീരത്തിനെ ദ്രോഹിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ശരീരത്തിനെ ദ്രോഹിക്കും, അതുമല്ലെങ്കിൽ മറ്റുള്ളവരുടെ നാശത്തിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് തപസ്സിക്കും. ഇതൊക്കെ തമോ ഗുണത്തിലുള്ള തപസ്സായിട്ടാണ് പറയുന്നത് അല്ലെ. സ്വന്തം ശരീരത്തിനെ ഉപദ്രവിക്കുക നമ്മൾ കണ്ടിട്ടുണ്ട്. സ്വന്തം ശരീരം വാളുകൊണ്ട് വെട്ടി മുറിവേൽപ്പിക്കുക, അല്ലെങ്കിൽ ശൂലം കൊണ്ട് കുത്തുക, അല്ലെങ്കിൽ കൊളുത്തി എന്താണ് പറയാ, ഗരുഡൻ തൂക്കം അല്ലെ, എന്നൊക്കെ നമ്മളൊരു ശരീരത്തിൽ കൊളുത്തി വലിക്കുക. ഇങ്ങനെ ഒരുപാട് സ്വന്തം ശരീരത്തിനെ ഉപദ്രവിച്ചുകൊണ്ടുള്ള തപസ്സുകളൊക്കെ തമോ ഗുണത്തിലുള്ള തപസ്സായിട്ടാണ് ഭഗവാൻ പറയുന്നത്. ഇനി മറ്റു ജീവികളെ ഉപദ്രവിച്ചുകൊണ്ടുള്ള തപസ്സും തമോ ഗുണത്തിലുള്ള തപസ്സുകളാണ്. നമ്മുടെ തപസ് നമ്മൾ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ, ശാരീരികമായിട്ടോ മാനസികമായിട്ടോ ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ, മറ്റുള്ളവരെ പീഡിപ്പിക്കുന്ന തരത്തിലുള്ള തപസ്സുകൾ തമോ ഗുണത്തിലുള്ള തപസ്സുകളാണ്. ഇനി മറ്റൊരാൾക്ക് നാശമുണ്ടാകണമെന്ന് വിചാരിച്ച് ചെയ്യുന്ന തപസ്
മറ്റൊരാളെ നശിപ്പിക്കണം എന്നുള്ള രീതിയിൽ ചെയ്യുന്ന തപസ്സുകളും തമോ ഗുണത്തിലുള്ള തപസ്സായിട്ടാണ് ഭഗവാൻ പറയുന്നത്. നമ്മൾ തപസ് ചെയ്തത് കൊണ്ട് മാത്രം എല്ലാം ഒരേ നിലവാരത്തിലാകണമെന്നില്ല. നമ്മുടെ മനോഭാവം അനുസരിച്ച് അത് വ്യത്യസ്ത നിലവാരത്തിലാകും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഭഗവാൻ ഇവിടെ യജ്ഞത്തിനെ കുറിച്ചും തപസ്സിനെ കുറിച്ചും പറഞ്ഞു തന്നു. സത്യഗുണത്തിലുള്ള യജ്ഞം, രജഗുണത്തിലുള്ള യജ്ഞം, തമോ ഗുണത്തിലുള്ള യജ്ഞം. അതേപോലെ തപസ്സിനെ കുറിച്ച് പറഞ്ഞത് ശാരീരികമായിട്ടുള്ള തപസ്, മാനസികമായിട്ടുള്ള തപസ്, വാചികമായിട്ടുള്ള തപസ്. ഇത് മൂന്നും സാത്വിക ഗുണത്തിലും രജോ ഗുണത്തിലും തമോ ഗുണത്തിലും അനുഷ്ഠിക്കപ്പെടുന്നുണ്ട് ചെയ്യുന്ന വ്യക്തിയുടെ ഭാവം അനുസരിച്ച് എന്ന് പറഞ്ഞു. ഇനി പറയാൻ ബാക്കിയുള്ളത് ദാനത്തെ കുറിച്ചാണ്. ദാനത്തെ കുറിച്ച് അടുത്ത ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ വായിച്ചതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്കത് ഡിസ്കസ് ചെയ്തതിന് ശേഷം ദാനത്തിനെ കുറിച്ച് വായിക്കാം. ഹരേ കൃഷ്ണ പ്രഭുജി. അംബിക മാതാജി പറഞ്ഞോ. ഹരേ കൃഷ്ണ പ്രഭുജി, നമ്മള് കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് വഴിപാടുകൾ കഴിക്കുക അങ്ങനെയൊക്കെ പറഞ്ഞല്ലോ. പിന്നെ അതുപോലെ തന്നെ ശരീരത്തിനെ വേദനിപ്പിച്ചുകൊണ്ടുള്ള ഇതിനെ കുറിച്ചും പറഞ്ഞു. അപ്പോൾ ഈ നമ്മൾ ശയന പ്രദക്ഷിണമൊക്കെ ചെയ്യില്ലേ, അതായത് നമ്മളിപ്പം അത് ചെയ്യുന്നപ്പം വ്രതം എടുക്കുന്ന സമയത്ത് ഏകാദശി വ്രതം എടുക്കുമ്പോൾ നിർജ്ജലായിട്ടൊക്കെ എടുക്കും. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ശരിക്കും നമ്മൾ നമ്മളുടെ പാപ പ്രതികരണം അതിൽ നിന്ന് മുക്തി നേടാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ മനസ്സിൽ വിചാരിച്ചിട്ടായിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കുക. പക്ഷെ ശരീരത്തിന് അവിടെ ചെറിയ പീഡകളൊക്കെ ഉണ്ടാവുന്നുണ്ടല്ലോ. അപ്പോൾ അത് പക്ഷെ നമ്മുടെ ഉദ്ദേശം ഇങ്ങനെ ആയതുകൊണ്ട് അത് സാത്വിക ഗുണത്തിൽ വരില്ലേ പ്രഭുജി? ഹരേ കൃഷ്ണ. ഇവിടെ എല്ലാ ഉദ്ദേശവും ഭൗതികമായിട്ടുള്ള ഉദ്ദേശമാണ്, ആത്മീയമായിട്ട് യാതൊരു ഉദ്ദേശവും വരുന്നില്ല. അതുകൊണ്ടാണ് സപ്തരജസ്തമോ ഗുണങ്ങളായിട്ട് വിഭജിക്കുന്നത്. ആത്മീയമായിട്ടുള്ള ഉദ്ദേശം വന്നു കഴിഞ്ഞാൽ ഇവിടെ അത് സപ്തരജസ്തമോ ഗുണങ്ങളുടെ കാറ്റഗറിയിൽ വരുന്നില്ല. പിന്നെ ആത്മീയമായിട്ടുള്ള തപസ്യകളിൽ ശാരീരികമായിട്ടുള്ള പീഡയൊന്നുമില്ല. ശരീരത്തിനെ നശിപ്പിക്കുന്ന തരത്തിലല്ല തപസ് ചെയ്യുന്നത്. ശരീരത്തിന് നല്ലതാണ്. മാസത്തിലൊരിക്കൽ ഏകാദശി എടുക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണ്. ഡൈജഷനൊക്കെ ഒന്ന് ക്ലിയറാണ്. അല്ലാതെ പീഡനമല്ല, അല്ലെങ്കിൽ അത് ശരീരത്തിനെ ഉപദ്രവിക്കുന്ന തരത്തിലല്ല. മറ്റത് ശരീരത്തിന് നശിപ്പിക്കുന്ന അല്ലെങ്കിൽ ശരീരത്തിനെ ഉപദ്രവിക്കുന്ന തരത്തിലാണ്. അല്ല, ശരീരം വെട്ടിപ്പൊളിക്കുക, ശൂലം കുത്തി കയറ്റുക എന്ന് പറയുന്നത് പോലെയല്ല ഏകാദശി വ്രതം എടുക്കുക എന്ന് പറയുന്നത്. രണ്ടും വ്യത്യാസമാണ്. നമുക്ക് പ്രത്യക്ഷത്തിൽ വ്യത്യാസം മനസ്സിലാക്കാൻ സാധിക്കും. ഹരേ കൃഷ്ണ. എനിക്ക് ഒരു സീനിയർ ഡിവോട്ടി എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, അതായത് നമുക്ക് നിർജ്ജലായിട്ട് ഏകാദശി വ്രതം എടുക്കാൻ അനുശാസിക്കുന്ന സമയത്ത് ഭീമ ഏകാദശി ആ ദിവസങ്ങളിലല്ലാണ്ട് അങ്ങനെ ഏകാദശി പ്രസാദം കഴിക്കാണ്ടൊക്കെ ഏകാദശി എടുക്കേണ്ടത് അത് ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ ചെയ്യുന്ന പോലെ ആയി പോകും. നമ്മൾ ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാര് അല്ലെങ്കിൽ അങ്ങനെ അതിനുള്ള ആൾക്കാര് ഭക്ഷണം കഴിച്ചുകൊണ്ട് തന്നെ ഏകാദശി എടുക്കേണ്ട ആവശ്യമുള്ളൂ. അല്ലാണ്ട് ചെയ്യുന്നത് അതിൽ പറയാത്തതാണ്, അതുകൊണ്ട് അത് നമ്മൾ അനാവശ്യമായിട്ട് ചെയ്യുന്നതാണെന്നൊക്കെ പറഞ്ഞു എൻ്റെ അടുത്ത്. പക്ഷെ നമ്മളത് പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, പബ്ലിക്കായിട്ടൊക്കെ നമുക്ക് പലപ്പോഴും പബ്ലിക് പ്ലേസിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് പറയേണ്ടി വരുമല്ലോ, ഏകാദശിയാണ് എനിക്ക് കഴിക്കാൻ പറ്റില്ല എന്നൊക്കെ. അങ്ങനെ പറഞ്ഞപ്പോ എൻ്റെ അടുത്ത് ഒരു സീനിയർ ഡിവോട്ടി പറഞ്ഞതാണ്. അപ്പൊ നമ്മൾ അത് കൺഫ്യൂഷൻ ആയിപ്പോയി. കാരണം നമ്മൾ അങ്ങനെ വിചാരിച്ചിട്ടല്ല, നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ശരീരത്തിന് താങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള വ്രതം എടുക്കുക എന്ന് മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പൊ അത് തെറ്റല്ലല്ലോ എന്നൊന്ന് ഉറപ്പിച്ചതാണ് തോന്നി. ഹരേ കൃഷ്ണ. എല്ലാ ഏകാദശി വ്രതവും നമ്മൾക്ക് 3 നിലവാരത്തിൽ എടുക്കാം. നിർജ്ജലമായിട്ട് എടുക്കാം, അല്ലെങ്കിൽ ജലം മാത്രം കുടിച്ചുകൊണ്ട് എടുക്കാം, അതല്ലെങ്കിൽ ഏകാദശി പ്രസാദം കഴിച്ചുകൊണ്ട് എടുക്കാം. അതിന് യാതൊരു തടസ്സവുമില്ല. എല്ലാ ഏകാദശിയും നമ്മൾക്ക് നിർജ്ജലമായിട്ട് എടുക്കാം. നമ്മുടെ കഴിവനുസരിച്ച് നമ്മൾക്ക് എടുക്കാം. അത് ആത്മീയമായിട്ടുള്ള ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണ്. കാരണം ഏകാദശി നമ്മൾ എന്തിനാണ് എടുക്കുന്നത്? ഏകാദശി എടുക്കുന്നത് ഭഗവാൻ ഇഷ്ടമാണ്. ഭഗവാൻ നിർദ്ദേശിക്കുന്നുണ്ട്, ഏകാദശി എടുക്കുന്ന ഭക്തന്മാരെ എനിക്ക് ഇഷ്ടമാണ്, അവരുടെ എല്ലാവിധ ദോഷങ്ങളും ഇല്ലാതാകും എന്ന് ഭഗവാൻ പറയുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഏകാദശി എടുക്കുന്നത്. അത് ഭൗതികമായിട്ടുള്ള നേട്ടത്തിന് വേണ്ടിയല്ല. ഭൗതികമായിട്ടുള്ള നേട്ടത്തിന് വേണ്ടി അല്ലാത്തത് കൊണ്ട് അത് ഏകാദശി വ്രതം ഈ സപ്തരജസ്തമോ ഗുണങ്ങളുടെ കാറ്റഗറിയിൽ വരുന്നില്ല. ഹരേ കൃഷ്ണ പ്രഭുജി. അതുപോലെ തന്നെ ശയന പ്രദക്ഷിണം ക്ഷേത്രങ്ങളിൽ ചെയ്യുന്നത് കാര്യസിദ്ധിക്ക് വേണ്ടിയിട്ടാണ് പലരും ചെയ്യുന്നത്.
അതല്ലാതെ നമുക്ക് ഭഗവാന് വേണ്ടിയിട്ട് ഇപ്പൊ നമ്മൾ ഒറ്റയടി പ്രദക്ഷിണം വെക്കണു, ശയന പ്രദക്ഷിണം വെക്കണു. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള സങ്കല്പം നമ്മുടെ പാപങ്ങൾ നശിക്കുക, അല്ലെങ്കിൽ ഭഗവാനെ പ്രീതിപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണെങ്കിൽ അത് സാത്വിക ഗുണത്തിൽ വരും. അതല്ല കാര്യസാധ്യത്തിനാണെങ്കിൽ അത് രജോ ഗുണത്തിൽ വരും. അങ്ങനെയല്ലേ പ്രവൃത്തി മനസ്സിലാക്കേണ്ടത്? അങ്ങനെ തന്നെയാണ്. ഭഗവാൻ തൃപ്തിക്ക് വേണ്ടിയാണെങ്കിൽ ഭഗവാന് കൂടുതൽ പ്രീതിയാകും, എനിക്ക് ഭഗവാനോട് കൂടുതൽ അടുക്കാൻ സാധിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ സാത്വികമായിരിക്കും. പക്ഷെ ശാസ്ത്രത്തിൽ വിധിച്ച തപസ്സുകൾ തന്നെ നമ്മൾ ചെയ്യണം. സ്വന്തം ഇഷ്ടപ്രകാരം എന്തെങ്കിലും സങ്കല്പിച്ച് തപസ് കൊണ്ട് പ്രയോജനമില്ല. അപ്പോൾ അത് അശാസ്ത്രവിഹിതമായിട്ട് മാറും. ശാസ്ത്രപ്രകാരമല്ലാത്ത തപസ്സാണെന്ന് ഭഗവാൻ പറയും, അല്ലെ? അപ്പോൾ ശാസ്ത്രപ്രകാരമായിട്ടുള്ള തപസ് തന്നെ ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടി ചെയ്യുന്ന സമയത്ത് സാത്വിക ഗുണത്തിൽ വരും. അല്ല, എനിക്ക് ഒരു കാര്യം പ്രത്യേകം ഒരു കാര്യസാധ്യം നടക്കാനുണ്ട്, ഒരു കാര്യം സാധിക്കാനുണ്ട്, അതിനുവേണ്ടി ചെയ്യുന്ന സമയത്ത് ശയനപ്രദക്ഷിണമാണെങ്കിൽ അത് രജോഗുണത്തിലാണ് വരുന്നത്. ഹരേ കൃഷ്ണ. അതായത് ഇപ്പം നമ്മളെപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മൾ ഏതൊരു വേദത്തിൽ പറഞ്ഞിട്ടുള്ളതാണെങ്കിലും അല്ലെങ്കിൽ ആചാര്യന്മാര് പറഞ്ഞു തന്നിട്ടുള്ളതാണെങ്കിലും നമ്മൾ ചെയ്യുന്ന സമയത്തുള്ള നമ്മുടെ അവബോധം എങ്ങനെയാണ് എന്നുള്ളതിനെ ആശ്രയിച്ചിട്ടാണ് ഗുണങ്ങളുടെ വ്യത്യാസം വരുന്നത്, അല്ലെ പ്രവൃത്തി? അതെ, നമ്മൾ ചെയ്യുന്ന യജ്ഞം, ദാനം, തപസ്സും എല്ലാം 3 ഗുണത്തിൽ വരാം. നമ്മുടെ ഭാവം അനുസരിച്ച് നമ്മൾ എന്തിനാണ് ചെയ്യുന്നത്, നമ്മുടെ ഉദ്ദേശം എന്താണ്, അത് ആക്ച്വലി പുറമേ ഉള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അത് ഉള്ളിലിരിക്കുന്ന ഭഗവാന് മാത്രമേ അറിയുള്ളൂ, അല്ലെ? ഭാവം ഗ്രഹിക്കുന്നത് ഭഗവാനാണ്. ഭഗവാൻ ഇവിടെ ഭാവമാണ് നോക്കുന്നത്. അതുകൊണ്ടാണ് കഴിഞ്ഞ അദ്ദേഹത്തിൽ 2 ഭാവങ്ങളെ കുറിച്ച് ഭഗവാൻ പറഞ്ഞു തന്നത്. ആസുരികമായിട്ടുള്ള ഭാവം, ദൈവിക ഭാവം പറഞ്ഞത്. അപ്പൊ ഭഗവാൻ നോക്കുന്നത് നമ്മുടെ ഭാവം എന്താണെന്നാണ്. അതിനനുസരിച്ചായിരിക്കും റിസൾട്ട് ഉണ്ടാവുക, അല്ലെ? പുറമെ നമ്മൾ കാണുന്നത് മാതിരി ഒന്നും ആയിരിക്കില്ല ആളുകളുടെ ഉള്ളിലുള്ള ഭാവം. അത് കാണുന്നത് ആരാണ്? ഭഗവാനാണ്. അതിനനുസരിച്ചിട്ടാണ് അവർക്ക് റിസൾട്ട് കിട്ടുന്നത്. അപ്പൊ നമ്മൾ പുറമെ കണ്ടിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് വിലയിരുത്താൻ സാധിക്കില്ല. ഹരേ കൃഷ്ണ. അതുപോലെ ഒരു കാര്യം കൂടി പ്രവൃത്തി, നേരത്തെ പ്രവൃത്തി പറഞ്ഞില്ലേ, ദേഷ്യം വരുമ്പോൾ നമ്മൾ ദേഷ്യം പ്രകടിപ്പിക്കാതെ ഇരിക്കുക എന്ന് പറഞ്ഞല്ലോ. പക്ഷെ ചില സമയത്ത് നമുക്ക് അതായത് ആ വ്യക്തിയോട് നമുക്ക് ഉള്ളില് ദേഷ്യം ഇല്ലെങ്കിലും നമ്മൾ ചില സമയത്ത് ദേഷ്യം പ്രകടിപ്പിക്കേണ്ടി വരും. ചില സാഹചര്യങ്ങളിൽ നമുക്ക് നമ്മുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് ദേഷ്യം പ്രകടിപ്പിക്കേണ്ടി വരും. അപ്പൊ ഉള്ളിൽ അവരോടൊരു നമുക്കൊരു കോപം അല്ലെങ്കിൽ ഉള്ളിൽ അവരോടൊരു വെറുപ്പ് സൂക്ഷിക്കാതെ നമുക്ക് പ്രതികരിക്കേണ്ടോർത്ത് ദേഷ്യപ്പെട്ട് പ്രതികരിക്കേണ്ടി വരുമല്ലോ. അങ്ങനെ അതും ആ അവസരങ്ങളിൽ അപ്പോഴും നമ്മൾ മിതത്വം പാലിക്കണം എന്നാണോ പറയുന്നത്? അതും ഉണ്ടാവും. അതായത് നമ്മുടെ ഡ്യൂട്ടി എന്നുള്ള നിലയിൽ ചിലപ്പോൾ നമ്മൾ ദേഷ്യം പ്രകടിപ്പിക്കേണ്ടി വരും, അല്ലെ? ഒരു പോലീസുകാരൻ ദേഷ്യം പ്രകടിപ്പിച്ചിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിന് പോലീസായിട്ട് നിലനിൽക്കാൻ സാധിക്കില്ല. പട്ടാളക്കാരൻ ദേഷ്യം പ്രകടിപ്പിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിന് പട്ടാളത്തിന്റെ ജോലി തുടരാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി എന്നുള്ള നിലവാരത്തിൽ അദ്ദേഹം ദേഷ്യം പ്രകടിപ്പിക്കുന്നതാണ്. പക്ഷെ നമ്മൾക്ക് സാധാരണഗതിയിൽ മറ്റുള്ളവരോട് ഒരു ദേഷ്യം ഉണ്ടാവും. അത് ഡ്യൂട്ടി എന്നുള്ള നിലവാരത്തിലല്ല. അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ നമ്മൾക്ക് ഇഷ്ടപ്പെടുന്നില്ല, എനിക്ക് വല്ലാതെ ദേഷ്യം വരുന്നു, അത് പേഴ്സണൽ ആയിട്ടുള്ള ഒരു വെറുപ്പിന്റെ ഭാഗമായിട്ടുണ്ടാവുന്ന ദേഷ്യമാണ്. അത് നമ്മൾക്ക് നിയന്ത്രിക്കാൻ സാധിക്കുകയാണെങ്കിൽ അതാണ് നല്ലത്. അല്ല, അത് മാനസികമായിട്ടുള്ള തപസ്സാണ്, തപസ്യയുടെ ഭാഗമാണ്. അല്ലെങ്കിൽ നമ്മള് മനസ്സ് പറയുന്നതിനനുസരിച്ച് ദേഷ്യം പ്രകടിപ്പിക്കുകയാണെങ്കിൽ അടുത്ത സമയം മനസ്സ് നമ്മളോട് ചോദിക്കാതെ തന്നെ അത് പ്രകടിപ്പിക്കും. പിന്നെ അത് നമ്മുടെ ശീലമായിട്ട് മാറും. പിന്നെ നമ്മൾക്ക് മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കാത്ത അവസ്ഥ വരും. അത് നമ്മുടെ സ്വഭാവത്തിന്റെ ഭാഗമായിട്ട് മാറും. ഹരികൃഷ്ണ. അങ്ങനെ ഇപ്പൊ നമുക്ക് ഒരാളോട് ദേഷ്യം തോന്നുകയാണ്, അല്ലെങ്കിൽ അവരുടെ പ്രവർത്തികൾ നമുക്ക് ഇഷ്ടപ്പെടാതെ വരുന്നു, നമുക്ക് ദേഷ്യപ്പെടേണ്ടതായ ഒരു സാഹചര്യം നമുക്ക് മാനസികമായിട്ട് ആ ദേഷ്യം നമുക്ക് ഒതുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നാമം ജപിക്കുന്നത് മാത്രമല്ലാതെ പിന്നെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? നമ്മൾക്ക് നമ്മളോട് ചെയ്തിട്ടുള്ള ആ കാര്യം നമ്മൾ അനുഭവിക്കേണ്ടതാണ് എന്നുള്ള ഒരു ബോധ്യമുണ്ടെങ്കിൽ അവരുടെ ഹൃദയത്തിലും ഭഗവാൻ ഇരിക്കുന്നുണ്ട്, എൻ്റെ ഹൃദയത്തിലും ഭഗവാൻ ഇരിക്കുന്നുണ്ട്. ഭഗവാന്റെ അറിവോട് കൂടിയിട്ടാണ് ആ വ്യക്തി എന്നോട് അത് ചെയ്തിട്ടുള്ളത് എന്നുള്ള ഒരു ഉത്തമ ബോധ്യത്തിലാണ് നമുക്ക് ആ ദേഷ്യം നിയന്ത്രിക്കാൻ സാധിക്കുന്നത്. ഭഗവാൻ ഇത് കാണുന്നുണ്ട്, ഭഗവാന്റെ അറിവോട് കൂടിയിട്ടാണ് അദ്ദേഹം അത് ചെയ്തിട്ടുള്ളത്.
എന്ന് നമ്മൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അദ്ദേഹത്തിനോടുള്ള ദേഷ്യം കുറയ്ക്കാൻ സാധിക്കും. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു സോ മച്ച്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. സഞ്ജീവനി മാതാജി പറഞ്ഞോ. നമുക്ക് ഒരാളെ ഒരു നല്ല കാര്യം ചെയ്തിട്ട് നമുക്ക് സന്തോഷമാകുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയണം? നമ്മൾ താങ്ക്സ് ഒക്കെ പറയാറുണ്ട്, അത് പറയണതാണോ നല്ലത്? തീർച്ചയായിട്ടും നമ്മൾ പറയണം, അല്ലെ? മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ അത് നമ്മൾ പറയണം, പ്രകടിപ്പിക്കണം. അത് നമ്മുടെ ഒരു സ്വഭാവം, നമ്മുടെ മാനുഷികമായിട്ടുള്ള സ്വഭാവമാണ്, അല്ലെ? നമ്മളിപ്പം ഭാഗവതം വായിക്കുന്ന സമയത്ത് ശുകദേവ ബ്രഹ്മർഷിയിൽ നിന്ന് ഓരോ സമയത്തും കേൾക്കുന്ന സമയത്ത് പരീക്ഷിത് മഹാരാജാവ് അതിന് നന്ദി പ്രകടിപ്പിക്കുന്നുണ്ട്, അല്ല? അങ്ങ് വളരെയധികം നല്ല രീതിയിൽ പറഞ്ഞു തരുന്നുണ്ട്, അങ്ങ് വളരെ ഉന്നതനായിട്ടുള്ള വ്യക്തിയാണ്, ശ്രേഷ്ഠനായിട്ടുള്ള വ്യക്തിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അപ്പം അതൊരു കൾച്ചറിന്റെ ഭാഗമാണ്, അത് നമ്മുടെ ഉത്കൃഷ്ടമായിട്ടുള്ള ഉന്നതമായിട്ടുള്ള സ്വഭാവമാണ്. മറ്റുള്ളവരെ കീർത്തിക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവരെ മറ്റുള്ളവരോട് നല്ല രീതിയിൽ സംസാരിക്കുക. അതിന് വിപരീതമായിട്ട് ചെയ്യരുത് എന്നാണ് ഇവിടെ ഭഗവാൻ. അനുദ്വേഗകരം വാക്യം, മറ്റുള്ളവരെ ദുഃഖിപ്പിക്കുന്ന തരത്തിൽ നമ്മൾ സംസാരിക്കരുത്. അതിനാണ് വിലക്ക് ഭഗവാൻ കൊടുത്തിട്ടുള്ളത്. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഓക്കെ, യെസ്. അപ്പൊ നമ്മൾക്ക് ദാനം കൂടി വായിക്കാം. 3 തരം ദാനത്തിനെ കുറിച്ച് അടുത്ത ശ്ലോകങ്ങളിൽ ഭഗവാൻ പറയുന്നുണ്ട്. 20, 21, 22 ശ്ലോകങ്ങളിൽ സത്വഗുണത്തിലും രജോ ഗുണത്തിലും തമോ ഗുണത്തിലുള്ള ദാനങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. നമുക്ക് അത് 3 ഒരുമിച്ച് വായിക്കാം, അതിനുശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യാം. യെസ്, ആരാണ് വായിക്കുന്നത്? ഹരേ കൃഷ്ണ പ്രഭുജി. ധന്യവാദജി വായിച്ചു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ദാതവ്യമിതി യദ്ദാനം ദീയതേനുപകാരിണേ ദേശേ കാലേ ച പാത്രേ ച തദ്ദാനം സാത്വികം സ്മൃതം. വിവർത്തനം ഭാവാർത്ഥം. ശ്രീല പ്രഭുപാദിക്ക് ജയ്. കർത്തവ്യമെന്ന ബോധത്തോടെയും പ്രതിഫലേച്ഛ കൂടാതെയും ഉചിതമായ സ്ഥലത്ത് വെച്ച് വേണ്ടുന്ന കാലത്ത് അർഹിക്കുന്ന വ്യക്തിക്ക് ചെയ്യപ്പെടുന്ന ദാനം സാത്വികമാണ്. ഭാവാർത്ഥം. ആധ്യാത്മിക കർമ്മങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് നൽകുന്ന ദാനത്തെ വൈദിക സാഹിത്യം നിർദ്ദേശിക്കുന്നുണ്ട്. വിവേകപൂർവമല്ലാത്ത ദാനത്തെ അനുകൂലിക്കുന്നതുമില്ല. ആത്മീയോത്കർഷം അർഹതയ്ക്ക് മാനദണ്ഡമാണ്. പുണ്യസ്ഥലങ്ങളിൽ വെച്ചോ സൂര്യചന്ദ്രഗ്രഹണ മുഹൂർത്തങ്ങളിലോ മാസാന്ത്യത്തിലോ ഒരു വിശിഷ്ട ബ്രാഹ്മണനോ വൈഷ്ണവനോ ഭക്തനോ ദാനം ചെയ്യണം. ക്ഷേത്രങ്ങളിൽ വെച്ചുള്ള ദാനവും പ്രശസ്തമാണ്. ദാനം ചെയ്യുമ്പോൾ പ്രതിഫലം ഒരിക്കലും പ്രതീക്ഷിക്കാൻ പാടില്ല. പാവങ്ങൾക്ക് അനുകമ്പയാൽ ചെയ്യുന്ന ദാനം ഉചിതം തന്നെ. എന്നാൽ ദരിദ്രനായ ആൾക്ക് അർഹതയില്ലെന്നിരിക്കിൽ ആ ദാനം ദാതാവിന്റെ ആത്മീയ പുരോഗതിക്ക് സഹായകമാവില്ല. വിവേചനമില്ലാത്ത ഔദാര്യത്തെ വൈദിക ഗ്രന്ഥങ്ങൾ അനുകൂലിക്കുന്നില്ല. ശ്ലോകം 21. യത്തു പ്രത്യുപകാരാർത്ഥം ഫലമുദ്ദിശ്യ വാ പുനഃ ദീയതേ ച പരിക്ലിഷ്ടം തദ്ദാനം രാജസംസ്മൃതം. വിവർത്തനം. ഏതെങ്കിലും ഫലം ഉദ്ദേശിച്ചുകൊണ്ടോ പ്രത്യുപകാരം പ്രതീക്ഷിച്ചോ പൂർണ്ണ സമ്മതമില്ലാതെയോ നൽകപ്പെടുന്ന ദാനം രാജസമാണ്. ഭാവാർത്ഥം. സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെടുമെന്ന് പ്രതീക്ഷിച്ചോ ചിലപ്പോൾ മനസ്സില്ലാ മനസ്സോടെയോ ചിലർ ദാനം ചെയ്യാറുണ്ട്. ഇത്രയേറെ ധനം ഞാൻ വൃഥാ ചെലവാക്കിയല്ലോ എന്ന് പിന്നീട് പശ്ചാത്തപിക്കുകയും ചെയ്യും. മറ്റു ചിലപ്പോൾ മേലധികാരിയുടെ ദാനങ്ങൾക്ക് രാജസ സ്വഭാവമാണുള്ളത്. ഇന്ദ്രിയ സുഖഭോഗങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന സംഘടനകൾക്ക് ദാനം ചെയ്യുന്ന നിരവധി ധർമ്മ സ്ഥാപനങ്ങളുണ്ട്. ഇത്തരം ദാനത്തിന് ശാസ്ത്രസമ്മതമില്ല. സാത്വികമായ ദാനം മാത്രമേ വേദ നിർദ്ദിഷ്ടമായുള്ളൂ. ശ്ലോകം 22. അദേശകാലേ യദ്ദാനമപാത്രേഭ്യശ്ച ദീയതേ അസത്കൃതമവജ്ഞാതം തത്താമസമുദാഹൃതം.
തത്താമസമുദാഹൃതം. വിവർത്തനം. ഉചിതമല്ലാത്ത കാലത്തും അവിശുദ്ധമായ സ്ഥലത്തും അനർഹരായവർക്കും നൽകപ്പെടുന്ന ദാനവും ആദരം കൂടാതെയോ അവജ്ഞയോടെയോ നൽകപ്പെടുന്നതും താമസമെന്ന് പറയപ്പെടുന്നു. ഭാവാർത്ഥം. ലഹരി പാനത്തിനോ ചൂതുകളിക്കോ വേണ്ടിയുള്ള ദാനം തമോ ഗുണപ്രധാനമത്രേ. അതിവിടെ പ്രോത്സാഹിപ്പിക്കുന്നില്ല, പ്രയോജനകരവുമല്ല. അത്തരം ദാനം പാപകർമ്മത്തിന് പ്രേരകമാണ്. ദാനാർഹനായ ഒരാൾക്ക് അശ്രദ്ധമായി അവഗണനയോടെ നൽകുന്ന ദാനവും അത്ര തന്നെ താമസമാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. ധന്യവാദജി. ഹരേ കൃഷ്ണ. 3 തരം ദാനത്തിനെ കുറിച്ചും ഭഗവാൻ പറഞ്ഞു. ദാതവ്യം ഇത് യദ്ദാനം. ഇത് ഞാൻ കൊടുക്കേണ്ടതാണ്, ഇതെന്റെ കടമയാണ്. എനിക്ക് ഇത്രയും ധനം കിട്ടിയിട്ടുണ്ട് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട്, അതുകൊണ്ട് ഞാൻ ഭഗവാന് വേണ്ടി കൊടുക്കേണ്ടതാണ്, അതെന്റെ ഡ്യൂട്ടിയാണ് എന്നുള്ള ആ ഒരു കർത്തവ്യബോധത്തോടു കൂടി, ദാതവ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞാൻ ചെയ്യേണ്ടതാണ്, അല്ലെങ്കിൽ ഈ ദാനം ഞാൻ നടത്തേണ്ടതാണ് എന്നുള്ള ബോധത്തോടു കൂടി, ദീയതേ അനുപകാരിണേ എന്ന് വെച്ചിട്ട് ഭാവിയിൽ ഇവരിൽ നിന്ന് എന്തെങ്കിലും എനിക്ക് തിരിച്ചു കിട്ടും എന്ന് പ്രതീക്ഷിക്കാതെ ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന ദാനം അനുപകാരിണേ. ദേശേ കാലേജ പാത്രേജ തദ്ദാനം സാത്വികം സ്മൃതം. എന്നാൽ ബ്ലൈൻഡ് ആയിട്ടല്ലാതെ, അന്ധമായിട്ട് ആർക്കെങ്കിലും ദാനം കൊടുക്കുന്നതല്ല. ഈ ദാനം കിട്ടിയ വ്യക്തി ഉദ്ദേശിച്ച കാര്യത്തിന് വേണ്ടി അത് ഉപയോഗിക്കും എന്ന് നോക്കിക്കണ്ട് ആ പാത്രം അറിഞ്ഞുകൊണ്ട്, അർഹനാണോ അർഹതയില്ലേ എന്ന് നോക്കിക്കൊണ്ട്, ദേശവും കാലവും, ഇന്ന കാലത്ത് ഇന്ന ദാനമാണ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുന്ന ദാനമാണ് സാത്വികമായിട്ടുള്ള ദാനം എന്ന് പറയും. ആർക്കെങ്കിലും വെറുതെ എന്തെങ്കിലും കൊടുത്തത് കൊണ്ട് ഒരിക്കലും അത് സാത്വികമായിട്ടുള്ള ദാനമാകുന്നില്ല. അർഹനായിട്ടുള്ള വ്യക്തിക്ക് ഫലം ഉദ്ദേശിക്കാതെ കടമ എന്നുള്ള രീതിയിൽ ഭഗവാനെ സമർപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന ദാനമാണ് സാത്വികമായിട്ടുള്ള വിഭാഗത്തിൽ വരുന്നത്. അല്ലെങ്കിൽ മറ്റു 2 വിഭാഗങ്ങളിലാണ് വരുന്നത്. യത്തു പ്രത്യുപകാരാർത്ഥം ഫലമുദ്ദേശിച്ച വാപുന. കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് നേട്ടം ഉണ്ടാകും ഭാവിയിൽ. ഇദ്ദേഹത്തിന് കൊടുത്തില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്, കൊടുക്കുന്നതാണ് നല്ലത്. കൊടുത്തു കഴിഞ്ഞാൽ കാര്യമുണ്ടാകും, കൊടുത്തില്ലെങ്കിൽ പ്രശ്നമാണ്, അതുകൊണ്ട് കൊടുത്തേക്കാം എന്നുള്ള രീതിയിൽ ചെയ്യുന്ന ദാനം ഫലമുദ്ദേശിച്ച വാപന, അത് രജോഗുണത്തിലാണ് വരുന്നത്. മാത്രമല്ല, യഥാർത്ഥത്തിൽ കൊടുക്കേണ്ട വ്യക്തിക്ക് മടിയോടുകൂടി കൊടുത്തു കഴിഞ്ഞാൽ പരിക്ലിഷ്ടം, ദീയതേച്ച പരിക്ലിഷ്ടം. പരിക്ലിഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മടിയോടുകൂടി കൊടുക്കണോ വേണ്ടയോ എന്നുള്ള ഒരു 2 മനസ്സോടുകൂടി പൂർണ്ണ തൃപ്തിയില്ലാതെ കൊടുത്തു കഴിഞ്ഞാലും, അത് കൊടുക്കേണ്ട അർഹനായിട്ടുള്ള വ്യക്തിക്കാണെങ്കിൽ പോലും, ശാസ്ത്രവിദ്യ അനുസരിച്ചാണെങ്കിൽ പോലും രജോഗുണത്തിലായി പോകും. രജോഗുണത്തിലാണ് വരുന്നത്. ദീയതേജ പരിക്ലിഷ്ടം തദ്ദാനം രാജസം സ്മൃതം എന്ന് പറയും. അപ്പൊ ചില ആൾക്കാർ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് പറയും. ചില ആളുകൾ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരോടും പറയും, ഞാൻ കൊടുത്താണ് അല്ലേ. അതൊക്കെ രജോഗുണത്തിലുള്ള ദാനങ്ങളാണ്. കാരണം അവർക്ക് കൊടുത്തത് കൊണ്ട് മാത്രം തൃപ്തിയായില്ല, കൊടുത്തു എന്ന് 4 ആൾ അറിയണം, അപ്പോഴേ അവർക്ക് സന്തോഷമാകുന്നത്. അപ്പോൾ അത് രജോഗുണത്തിലായിട്ട് മാറും എന്ന് പറഞ്ഞു. ഇനി തമോഗുണത്തിലുള്ള ദാനത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. അദേശകാലയ ദാനം അപാത്രേഭ്യശ്ച ദീയതേ. അതിലൊന്നും ശ്രദ്ധിക്കാതെ കൊടുക്കുന്ന ദാനമാണ്. ആർക്കാണ് കൊടുക്കുന്നത്, എവിടെ വെച്ചാണ് കൊടുക്കുന്നത്, എവിടെ വെച്ചാണ് ദാനം ചെയ്യുന്നത്, ആ ദാനം കിട്ടിയ വ്യക്തി അതുകൊണ്ട് എന്ത് ചെയ്യും, ഇതൊന്നും ശ്രദ്ധിക്കാതെ കൊടുക്കുന്ന ദാനം, അത് തമോ ഗുണത്തിലുള്ള ദാനമായിട്ട് കാണാൻ സാധിക്കും. ഇന്ന് കലിയുഗത്തിൽ നമ്മൾക്ക് അധികം തമോ ഗുണത്തിലുള്ള ദാനമാണ് കാണുന്നത്. അപ്പോൾ ദാനം പാവപ്പെട്ട വ്യക്തിക്ക് കൊടുക്കുന്നതിന് കുഴപ്പമില്ല എന്ന് ഇവിടെ പറയുന്നുണ്ട്. ശിലപ്രഭാതർ പറയുന്നത് പാവങ്ങൾക്ക് അനുകമ്പയാൽ ചെയ്യുന്ന ദാനം ഉചിതം തന്നെ, അതിന് കുഴപ്പമൊന്നുമില്ല. പാവങ്ങളോടുള്ള അനുകമ്പ കൊണ്ട് ചെയ്യുന്ന ദാനം സാത്വികം തന്നെയാണ്. പക്ഷേ നമ്മൾ ദാനം കൊടുക്കുന്ന വസ്തു ഉപയോഗിച്ച് വിപരീതമായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ആ വ്യക്തി ചെയ്തു കഴിഞ്ഞാൽ, ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുക, അല്ലെങ്കിൽ സമൂഹത്തിന് നശിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യാം,
അങ്ങനെയുള്ള കാര്യം ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് പാത്രം നോക്കാതെയുള്ള ദാനമാണ്, അർഹനല്ലാത്ത വ്യക്തിക്കുള്ള ദാനമാണ്. അതുകൊണ്ട് തന്നെ അത് എന്തായിട്ട് മാറും? തമോ ഗുണത്തിലുള്ള ദാനമായിട്ട് മാറും. അദേശകാലേ ദാനം അപാത്രേഭ്യശ്ച ദീയതേ അസത്കൃതം അവജ്ഞാതം. ഇനി ദാനം ലഭിക്കേണ്ട വ്യക്തിയാണ്, അർഹനായിട്ടുള്ള വ്യക്തിക്ക് തന്നെയാണ് കൊടുത്തത്. പക്ഷെ എന്താണ്? അവജ്ഞയോട് കൂടി കൊടുത്തു. വേണ്ടത്ര പരിഗണിക്കാതെ, അദ്ദേഹത്തിനെ സൽക്കരിക്കാതെ, അദ്ദേഹത്തിനോട് രണ്ട് നല്ല വാക്ക് പറയാതെ, അദ്ദേഹത്തിനെ സ്വീകരിക്കാതെ, അസത്കൃതം, സൽക്കരിക്കാതെ, അവജ്ഞാതം, എന്നാ കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞിട്ട് അവജ്ഞയോട് കൂടി കൊടുത്താലും അത് അർഹതയുള്ള വ്യക്തിയാണ് സ്വീകരിച്ചതെങ്കിൽ പോലും തമഗുണത്തിലുള്ള ദാനമായിട്ടാണ് വരുന്നത്. അസത്കൃതം അവജ്ഞാതം തത്താമസം ഉദാഹരണം. അപ്പൊ നമ്മൾ വിചാരിക്കും നമ്മൾ വലിയ ദാനം ചെയ്യുന്ന വ്യക്തിയാണ്, പക്ഷെ നമ്മൾ നിരന്തരം തമോ ഗുണത്തിലാണ് ദാനം ചെയ്യുന്നതെങ്കിൽ അതിന്റെ ഫലമൊക്കെ വിപരീതമായിട്ടാണ് വരുന്നത്. അപ്പൊ ദാനം ചെയ്ത് നമ്മൾ ശ്രദ്ധിച്ചു വേണമെന്നാണ് പറയുന്നത്. ഏറ്റവും ഉത്തമമായിട്ടുള്ള ദാനം ഭഗവത് നാമ പ്രചരണത്തിനുള്ള ദാനമാണ്. കലിയുഗത്തിൽ അതല്ലാതെ ഏറ്റവും ഉന്നതമായിട്ടുള്ള ഒരു ദാനം നമുക്ക് കിട്ടാനില്ല. അത് സത്വഗുണത്തിലുള്ള ദാനമല്ല, അത് ഉത്തമമായിട്ടുള്ള ദാനമാണ്. നമുക്ക് ഇന്ന് ലഭിക്കുന്നതിൽ ഏറ്റവും വലിയ ദാനം ശിലപ്രഭാതർ പല സ്ഥലത്തും പറയുന്നുണ്ട്, കൃഷ്ണാബോധം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ദാനം ചെയ്യണം. അത് എല്ലാ കാലത്തും നിലനിൽക്കുന്നതാണ് അതിന്റെ ഫലം. അത് ആത്മീയമായിട്ടുള്ള ഫലമാണ് അതിനുണ്ടാകുന്നത്. അത് സത്വരജസ്തമോ ഗുണങ്ങളുടെ ഉപരിയായിട്ടുള്ള ആത്മീയമായിട്ടുള്ള ദാനമാണ്. ഇനി ഭഗവാൻ പറയാൻ പോകുന്നത് ഈ പ്രവൃത്തികളൊക്കെ എങ്ങനെ ആത്മീയമാക്കി മാറ്റാം, സത്വരജസ്തമോ ഗുണങ്ങളിൽ നിന്ന് എങ്ങനെ ഉയർത്താം. കാരണം സത്വരജസ്തമോ ഗുണങ്ങളിലൊക്കെ ചെയ്താലും ഇവിടെ തന്നെ കുടുങ്ങി പോവുകയാണ് ചെയ്യുന്നത്. അർജുനോട് നേരത്തെ തന്നെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വേദങ്ങളിൽ നിർദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളും സത്വരജസ്തമോ ഗുണങ്ങളിലുള്ളതാണ്. ത്രൈഗുണ്യ വിഷയഭേദ നിസ്ത്രൈഗുണ്യോ ഭവാർജുന. നീ എന്ത് ചെയ്യണം? അതിന് ഉപരിയായിട്ട് വരണം, ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഉയർന്നു വരണം. അപ്പോൾ ദാനമായാലും യജ്ഞമായാലും തപസ്സായാലും അല്ലെങ്കിൽ ഭക്ഷണശീലങ്ങളായാലും അല്ലെങ്കിൽ വിശ്വാസമായാലും ഇതിനൊക്കെ എങ്ങനെ ആത്മീയമാക്കി മാറ്റാം എന്നാണ് അടുത്ത ശ്ലോകങ്ങളിൽ ഭഗവാൻ പറയുന്നത്. ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് എങ്ങനെ ചെയ്യാം, അത് നമുക്ക് അടുത്ത ദിവസം നോക്കാം. നമ്മൾക്ക് ഇവിടെ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നോക്കാം, അതിനുശേഷം ശ്ലോകം ചെല്ലാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഓക്കെ, ധർമ്മരാജൻ പ്രഭുജി പറഞ്ഞോ. ഹരേ കൃഷ്ണ പ്രഭുജി, അമ്പലങ്ങളിലെല്ലാം നമ്മൾ പോയിട്ട് പലരും നമ്മളൊക്കെ പോയിട്ട് പ്രസാദം കഴിക്കും. ആരൊക്കെ വന്നിട്ട് അത് സ്പോൺസർ ചെയ്യുന്നതാ? അതവിടെ ഭഗവാന് നിവേദിക്കുന്നൊന്നുമില്ല അവര്. അപ്പൊ അതൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് അതിന്റെ കർമ്മഫലം വരുത്തല്ലേ?